ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ക്ഷേമ പെൻഷൻ അറിയിപ്പും അതോടൊപ്പം തന്നെ AAY BPL കാർഡുകാർ അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. സംസ്ഥാന ക്ഷേമ പെൻഷന്റെ വിതരണം സർക്കാർ ഇന്നു മുതൽ ആരംഭിച്ചു. ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. 1600 രൂപ വീതം ഇപ്പോൾ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇത് ഫെബ്രുവരിയിലെ പെൻഷൻ ലഭിച്ചതായാണ് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് ആയി കാണിക്കുന്നത്. തുക ലഭിക്കാത്തവർ ഉണ്ടെങ്കിൽ ഇന്നോ നാളെയോ ആയി അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ആകുന്നതായിരിക്കും. കൈകളിലേക്ക് പൈസ കിട്ടുന്നവരുടെ കാര്യത്തിലാണ് താമസം വരുന്നത്. സഹകരണ ബാങ്കിലേക്കും സംഘങ്ങളിലേക്കും പണം എത്തിയതിനു ശേഷം ഏജന്റുമാർ വഴി കൃത്യമായി പണം ലഭ്യമാകുന്നതാണ്. അടുത്ത അറിയിപ്പ്, നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ധനസഹായം വാങ്ങുന്നവരുണ്ട്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, വിധവാ പെൻഷൻ വാങ്ങുന്നവർക്കാണ് കേന്ദ്രത്തിന്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് സംസ്ഥാന വിഹിതം മാത്രമായിരിക്കും അക്കൗണ്ടിൽ ലഭിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ വിഹിതം വരുന്നതിനായി കുറച്ചുനാൾ കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വിഹിതം ഒന്നും തന്നെ ലഭിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പഞ്ചായത്തിൽ ബന്ധപ്പെട്ട് ആധാർ കൃത്യമായി കൊടുക്കേണ്ടതാണ്. കാരണം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്കായിരിക്കും പണം ലഭ്യമാകുക. അടുത്ത അറിയിപ്പ് പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗ് അക്ഷയ ജീവനക്കാർ വീടുകളിൽ എത്തി ചെയ്യുന്നതായിരിക്കും. ഇതിനായി കിടപ്പ് രോഗികളുടെ ലിസ്റ്റ് കൊടുക്കാത്തവരുണ്ടെങ്കിൽ പഞ്ചായത്തിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ കൃത്യമായി ഏൽപ്പിക്കുക. അടുത്ത അറിയിപ്പ്, സംസ്ഥാന സർക്കാർ ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചിട്ടുണ്ട്. AAY റേഷൻ കാർഡുകാർക്കാണ് ഓണക്കിറ്റ് ലഭ്യമാകുന്നത്. മറ്റു കാർഡുകാർക്കെല്ലാം സൗജന്യ പഞ്ചസാര ലഭ്യമാകുന്നതാണ്. സെപ്റ്റംബർ മാസമായിരിക്കും ഇതിൻ്റെ വിതരണം ആരംഭിക്കുക. അവസാന അറിയിപ്പ്, AAY BPL കാർഡുകാരിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കൃത്രിമ ദന്തനിര മാറ്റിവെക്കുന്നതിന് വേണ്ടി 5000 രൂപയോളം ധനസഹായം നൽകുന്നുണ്ട്. ഇതിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. സാമൂഹ്യനീതി വകുപ്പിന്റെ സുനിധി മുഖാന്തരം ഇപ്പോൾ തന്നെ അപേക്ഷകൾ അയക്കാൻ തുടങ്ങുക. മറ്റ് ഇൻഫർമേഷൻസുമായി വീണ്ടും കാണാം.